പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 6 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവത്തിൻ്റെ രൂപത്തിൽ ആയിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. യേശു ദൈവമാണ്, ത്രിയേക ദൈവത്തിലെ ഒരു വ്യക്തിയാണ്. യേശു പിതാവായ ദൈവം വ്യക്തിയാണ്, പുത്രനായ യേശു വ്യക്തിയാണ്, പരിശുദ്ധാത്മാവായ ദൈവം വ്യക്തിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും, ദൈവം ആയിരുന്നെങ്കിലും അവൻ ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. അതായത് ദൈവമായിട്ടുള്ള സമാനത വിട്ടുകൊണ്ട് തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. ഹല്ലേലൂയ. അവൻ തന്നെ തന്നെ ശൂന്യനാക്കി, തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ഒരു മനുഷ്യനായിട്ട് മാറുകയാണ്. മനുഷ്യൻ്റെ സാദൃശ്യത്തിലായിരുന്നു, മനുഷ്യൻ്റെ ആകൃതിയായി മനുഷ്യനെ പോലെയായിട്ട് ദൈവം മാറുകയാണ്. പുത്രനായ ദൈവം ദൈവമായിട്ടുള്ള സമാനത, ആ സമാനത നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സമാനതയാണ്. ദൈവമായിട്ടുള്ള യേശു പറയുന്നുണ്ട്, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. ആ പിതാവിനെ പോലെ തന്നെ ശക്തനാണ് കർത്താവ് യേശു ക്രിസ്തു. ആ പിതാവിൻ്റെ സമാനത, ആ സമാനത വിട്ടുകൊണ്ട് ഒരു സാധാരണ മനുഷ്യനായിട്ട് യേശു ഈ ഭൂമിയിലേക്ക് വരികയാണ്, മനുഷ്യനായി പിറക്കുകയാണ്. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആർക്ക് അനുസരണമുള്ളവനായിട്ട് മാറി? തൻ്റെ പിതാവിനോട് അനുസരണപ്പെട്ടു. തൻ്റെ പിതാവിനോട് 100% വിധേയത്വം, അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ഒരു ദൈവ മനുഷ്യനായിട്ട് മാറുകയാണ്. നമ്മൾ ചിന്തിച്ചാലിച്ച പ്രയാസമുള്ള കാര്യമാണ് ചിന്തിച്ചെടുക്കാനായിട്ട്. ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വരിക. ആ ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്, യേശുവിൽ കാണുന്നത്. യേശുവാണത്. ആകയാൽ ദൈവം അവനെ അത്യധികമുയർത്തി, യേശുവിനെ അത്യധികമുയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. എല്ലാ നാമത്തിനും ഉപരിയായ നാമം, ഈ ലോകത്തിൽ ഉള്ള എല്ലാ നാമങ്ങൾക്കുമുള്ള ഉപരിയായ നാമം, എല്ലാ നാമത്തിൻ്റെയും മുകളിലുള്ള നാമമാണ് യേശു എന്ന നാമം. അങ്ങനെ വരാൻ കാര്യം എന്താണ്? ദൈവദൂതൻ പരിശുദ്ധ മറിയത്തോട് പറയുകയാണ്, നീ ഗർഭം ധരിക്കും, ഒരു കുഞ്ഞു ജനിക്കുക, കുഞ്ഞിന് യേശു എന്ന പേരിടണം. അപ്പോൾ യേശു എന്ന പേര് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള പേരാണ്. പിതാവിൻ്റെ ഇഷ്ടമാണ് പേര്, യേശു എന്ന പേര്. രക്ഷയ്ക്ക് വേണ്ടിയുള്ള നാമം, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം യേശു എന്ന ആ നാമമാണ്. ഹല്ലേലൂയ. യേശു എന്ന നാമം വിളിക്കുമ്പോൾ അത് യേശു എന്ന വ്യക്തി തന്നെയാണ്. യേശുവിൻ്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കും. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും യേശുവിൻ്റെ നാമത്തിൻ്റെ മുൻപിൽ മുട്ടുകൾ മടക്കും. യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ്. എല്ലാ നാവുകളും ഏറ്റുപറയണം, യേശു മാത്രമാണ് കർത്താവ്, യേശു മാത്രമാണ് ഏകരക്ഷകൻ, യേശു മാത്രമാണ് സത്യദൈവം. അവൻ മാത്രമേ ഉള്ളൂ മാനവരാശിക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി രക്തം ചുന്തിയത്, ജീവൻ തന്നത്. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാവരും ആ നാമത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കും. സ്വർഗത്തിലുള്ളവർ യേശുവിന് മുമ്പിൽ മുട്ടുമടക്കും, ഭൂമിയിലുള്ളവർ യേശുവിന് മുമ്പിൽ മുട്ടുമടക്കും, പാതാളത്തിലുള്ള സകലരും മുട്ടുകൾ മടക്കും. എല്ലാവരും മുട്ടുമടക്കും യേശുവിൻ്റെ മുൻപിൽ. ഹല്ലേലൂയ. യേശയ്യ 45:22 മുതൽ 25 വരെയുള്ള വചനങ്ങൾ. മുട്ടുമടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കീഴടങ്ങുക എന്നുള്ളതാണ്. മുട്ടുമടക്കുക എന്ന് പറഞ്ഞാൽ
അധികാരത്തെ അംഗീകരിക്കുക, കീഴടങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം. മുട്ടുമടക്കുക, കീഴടങ്ങുന്നു, അധികാരത്തെ അംഗീകരിക്കുന്നു. ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു, ഒരിക്കലും തിരിച്ചെടുക്കാത്ത നീതിയുടെ വാക്ക് എന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. എല്ലാവരും എൻ്റെ മുൻപിൽ മുട്ടുമടക്കും. ഞാനാണ് ദൈവം, ഞാനാണ് സർവശക്തൻ. എല്ലാവരും എൻ്റെ മുൻപിൽ മുട്ടുമടക്കും, കീഴടക്കും. എല്ലാ നാവും ശപഥം ചെയ്യും, നീതിയും ബലവും കർത്താവിൻ്റേത് മാത്രം. എന്നെക്കുറിച്ച് മനുഷ്യർ പറയും, അവിടുത്തെ എതിർക്കുന്നവരെല്ലാം അവിടുത്തെ മുൻപിൽ ലജ്ജിതരാകും. അവിടുത്തെ എതിർക്കുന്നവരെല്ലാം അവിടുത്തെ മുൻപിൽ ഒരിക്കൽ ലജ്ജിതരാകുന്ന സമയം വരുന്നു. ഇസ്രായേലിൻ്റെ സന്തതികൾ കർത്താവിൽ വിജയവും മഹത്വവും കൈവരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടിയൊക്കെ ഒറ്റ നാമമേ ഉള്ളൂ. എല്ലാവരും മുട്ടുമടക്കുന്ന നാമം. ദൃശ്യമായ ശക്തികളും അദൃശ്യമായ ശക്തികളും മുട്ടുമടക്കുന്ന ഒറ്റ നാമം, യേശു എന്ന നാമം. സങ്കീർത്തനം 118 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. ജനതകൾ എന്നെ വലയം ചെയ്തു, കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ നശിപ്പിച്ചു. എൻ്റെ ശത്രുക്കൾ എന്നെ വലയം ചെയ്തു, ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അവരെ നശിപ്പിച്ചു. അവരെന്നെ വലയം ചെയ്തു, എല്ലാ വശത്തു നിന്ന് അവരെന്നെ വളഞ്ഞു. എൻ്റെ ശത്രുക്കൾ എല്ലാ വശത്തു നിന്ന് എന്നെ വളഞ്ഞു. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു. അല്ല, യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ കൽപ്പിക്കുമ്പോൾ, നമ്മൾ പറയുമ്പോൾ പിശാച് മുട്ടുമടക്കുകയാണ്. അപ്പോസ്തലന്മാർ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യേശുവിൻ്റെ ശിഷ്യന്മാർ 70 പേര് അല്ലെ 72 പേര് പോയിട്ട് യേശുവിനോട് തിരിച്ചു വന്നിട്ട് പറയുക, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങും. നിന്റെ നാമത്തിൽ ഉണ്ടോ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ഈശോ എന്താ പറഞ്ഞത്? അതിൽ നിങ്ങൾ സന്തോഷിക്കണ്ട, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുന്നു. അതിനകത്തൊരു രഹസ്യമുണ്ട്. ആ രഹസ്യം ആർക്കെങ്കിലും പറയാമോ? അതിനകത്ത് ഭയങ്കര രഹസ്യമുണ്ട്. ഈശോ പറഞ്ഞ സ്വർഗത്തിൽ പേര് എഴുതപ്പെട്ടിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുന്നു. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നതിന് മുമ്പിൽ പിശാച് കീഴടങ്ങും. ഹല്ലേലൂയ. സ്വർഗത്തിൽ പേര് എഴുതപ്പെട്ടിരിക്കുന്നതിന് മുമ്പിൽ പിശാച് കീഴടങ്ങും. അതുകൊണ്ട് സ്വർഗത്തിൽ പേരെഴുതപ്പെടാൻ വേണ്ടി യത്നിക്കുക. അവിടെ പേരുണ്ടോ, നിന്റെ മുൻപിൽ പിശാച് കീഴടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാച് കീഴടങ്ങുന്നേ, കീഴടങ്ങും. യേശുവിൻ്റെ നാമത്തിൽ പിശാച് കീഴടങ്ങും. അവൻ ശത്രുക്കൾ എന്നെ വലയം ചെയ്തു, എന്നെ വളഞ്ഞു, പക്ഷെ അവൻ്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു. യേശുവിൻ്റെ നാമത്തിൽ, ദൈവനാമത്തിൽ. തേനീച്ച പോലെ അവരെന്നെ പൊതിഞ്ഞു, മുൾപ്പടപ്പിന് പിടിച്ച തീ പോലെ അവർ ആളിക്കത്തി. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു. അവർ തള്ളിക്കയറി, ഞാൻ വീഴുമായിരുന്നു, എന്നാൽ കർത്താവ് എൻ്റെ സഹായത്തിനെത്തി. കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എനിക്ക് രക്ഷ നൽകി. ഇതാ, നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷം ഉയരുന്നു. കർത്താവിൻ്റെ വലത്തുകൈ കരുത്ത് പ്രകടമാക്കി. കർത്താവിൻ്റെ വലത്തുകൈ മഹത്വം ആർജിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വലത്തുകൈ കരുത്ത് പ്രകടമാക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ വലത്തുകൈ കരുത്ത് പ്രകടമാക്കിയിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ വിളിക്കുമ്പോൾ ആ നാമത്തിൻ്റെ മുൻപിൽ പിശാചുക്കൾ മുട്ടുമടക്കും, എല്ലാവരും മുട്ടുമടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനവരാശിക്ക് വേണ്ടി ദൈവം നൽകിയ രക്ഷയുടെ നാമം യേശുവിൻ്റെ നാമമാണ്. ഒരേ ഒരു രക്ഷകനെ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ.
ഒന്ന് ചുണയോട്ട് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവായ യേശുവേ, അങ്ങയുടെ ആത്മാവാൽ എന്നെ നിറയ്ക്കണമേ. വചനം സ്വീകരിക്കുവാൻ എൻ്റെ മനസ്സിനെ തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. 1 കൊരിന്തോസ് 8:6. 1 കൊരിന്തോസ് 8-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം. എങ്കിലും നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ, ഒറ്റ ദൈവമേ നമുക്കുള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്, ഒരു കർത്താവേ നമുക്കുള്ളൂ. ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശു ക്രിസ്തു. കാരണം യേശു ക്രിസ്തുവാണ് സെൻറ്റർ പോയിന്റ്. എല്ലാം യേശുവിലാണ്, എല്ലാം യേശുവിന് വേണ്ടിയാണ്, എല്ലാം യേശുവിൻ്റേതാണ്. സമസ്തവും അവൻ മൂലമുണ്ടായി, എല്ലാം അവന് വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം യേശുവിന് വേണ്ടിയാണ്, എല്ലാം യേശുവിൻ്റേതാണ്. യേശുവിടെ മാത്രമാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. ആ കർത്താവിനെ വേണം നമ്മൾ സ്നേഹിക്കുവാൻ, നമ്മൾ ആരാധിക്കുവാൻ. അവൾ യേശു എന്ന വ്യക്തിയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതമെന്ന് പറയുന്നത്. അത് യേശുവായിട്ടുള്ള ബന്ധത്തിൻ്റെ ജീവിതമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ചെയ്തുള്ള ഒരു ജീവിതമല്ല. അതിൻ്റെ അപ്പുറം നിനക്ക് യേശുവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധം എത്ര വലുതാണ്. യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു അനുഭവം നിനക്കുണ്ടായിട്ടുണ്ടോ? ഒരു എൻകൗണ്ടർ, ഒരു കണ്ടുമുട്ടൽ, ഒരു 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 കുട്ടിമുട്ടൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ക്രൈസ്തവ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധത്തിൻ്റെ ജീവിതമാണ്. എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങളോ അതൊക്കെ ചെയ്ത് നമ്മൾ അങ്ങനെ ജീവിക്കുന്നൊരു ജീവിതമല്ല. നമുക്ക് ഒറ്റ ദൈവമുള്ളൂ, യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ്, വ്യക്തിപരമായ ബന്ധവും അവിടുത്തെ ആരാധിക്കുക, ഫെലോഷിപ്പ്, അവിടുത്തെ കൂട്ടായ്മ, ഇതാണ് പ്രധാനപ്പെട്ടത്. അത് യേശു ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ വളർച്ചയാണ് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിങ്ങൾ എത്രമാത്രം വളർന്നിട്ടുണ്ട്? വചനം പറയുന്നുണ്ട്, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. പത്രോസ്ലിയ എഴുതിയ ലേഖനത്തിലെ ഒരു വചനമാണ്, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. 1 പത്രോസ് 3:15 ഒന്ന് നോക്കിക്കേ. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കണം. അവിടെ യേശു ക്രിസ്തുവിനെ കർത്താവായിട്ട് ഹൃദയത്തിൽ ആരാധിക്കണം. അവിടെ യേശു ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ വളർച്ചയാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല,